ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് സീക്രട്ട് റീഡിങ് പാർട്ട് 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പാർട്ട് 3 ചെയ്യാം. മെയിലൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് സീക്രട്ട് എന്താണെന്ന് വായിക്കാം. ജൂൺ 5, 2023 സ്കൂൾ തുറന്ന ഡേ. പുതിയ കുട്ടികൾ വരുന്ന ക്യൂരിയോസിറ്റിയിൽ ഞാനും എൻ്റെ കൂട്ടുകാരനും നിൽക്കുന്നു. പെട്ടെന്ന് എന്തോ ഒരു മിന്നായം പോലെ അവൾ എൻ്റെ മുന്നിൽ കൂടെ പോയി. എന്തോ അവളുടെ മുഖം അന്ന് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പം വെറുതെ തോന്നിയ ഒരു അട്രാക്ഷൻ ആണെന്ന് കരുതി ഞാൻ അങ്ങ് വിട്ടു. പിന്നെയും അവൾ എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി. ജൂൺ 13 അവളുടെ ബർത്ത്ഡേ. ഒരു ഗ്രീൻ ഡ്രസ് ഇട്ട് അവൾ എൻ്റെ മുൻപിൽ തന്നെ വന്നു നിന്നു. സ്കൂൾ അസംബ്ലി ആയിരുന്നു അപ്പം. എൻ്റെ നെഞ്ചെടുപ്പ് നല്ലപോലെ കൂടാൻ തുടങ്ങി. ഇത്രയും നാളും ആരോടും തോന്നാത്ത ഒരു ഫീലിംഗ് അവളോട് തോന്നി. അവളെക്കുറിച്ച് നല്ലപോലെ അറിയാൻ ഞാൻ ശ്രമിച്ചു. അത്യാവശ്യം അറിഞ്ഞു. ജൂലൈ 22 ഞാൻ തലയ്ക്ക് ബോധമില്ലാതെ നിന്ന ഒരു ദിവസം. കൂട്ടുകാർ നിർബന്ധിച്ച് അവളോട് ഇഷ്ടം തുറന്നു പറയാൻ എന്നെ കൊണ്ടുപോയി. എൻ്റെ പേര് പോലും അറിയാത്ത അവൾ നോ പറഞ്ഞു. ബട്ട് ഞാൻ തളർന്നില്ല. അവിടെയും അവളെക്കുറിച്ച് നല്ലപോലെ അറിയാൻ ഞാൻ നോക്കി. എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് അവൾ പോവാതെയായി. സമയം കടന്നു പോയി. ഫെയർവെല്ലായി. എനിക്ക് അവളോട് പിന്നെ സംസാരിക്കാൻ പോലും ധൈര്യമില്ല. ബട്ട് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് അന്നൊരു ഡേ അവളോട് എന്തോ ചോദിച്ചു. ബട്ട് അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ അത് കേട്ടിട്ട് പോയി. ഇപ്പോൾ 1 വർഷമായി. ആ ആൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ ഐ ഹോപ്പ്. കോമഡി ആണെന്നറിയാം ഈ സ്റ്റോറി, ബട്ട് ഫൺ അല്ലേ എന്ന് നിൻ്റെ നല്ലവനായ സുഹൃത്ത്. സെക്കൻഡ് സീക്രട്ട് എന്താണെന്ന് നോക്കാം. ഹായ് തീർത്ഥ ചേച്ചി. ഹലോ. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ട സ്റ്റോറിയാണിത്. അന്നൊരു ജനുവരി ലാസ്റ്റ് ആയിരുന്നു. അവൾ എനിക്ക് റാൻഡമായിട്ട് മെസ്സേജ് ഇട്ടൊരു പ്രപ്പോസൽ ഡെയറായിട്ട്. എനിക്കാണെങ്കിൽ അവളോട് പണ്ടേ ഒരു ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ക്രഷ് ഉണ്ടായിരുന്ന ഒരാൾ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ അതിൽ വീണുപോയി. ഒന്നും നോക്കാതെ അന്ന് എസ് പറഞ്ഞു. അവൾ ഡെയർ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിഞ്ചി. അങ്ങനെ അവളോട് എനിക്ക് ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ കുറെ ഓക്കെ ആക്കി. എന്നിട്ട് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടൈം കടന്നുപോയി. എനിക്ക് അവളോടുള്ള ഫീലിങ്സ് ഒക്കെ പോയി ഒരു ഫ്രണ്ട് വൈബായി. അങ്ങനെ ടൈം പോയി. 2024 ഞാനൊരു കുട്ടിയെ കാണുന്നു. ഞാനത് ഈ ആദ്യം പറഞ്ഞ ഫ്രണ്ടിനോട് വന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ട്രൈ ആക്കി നോക്ക്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആ കൊച്ചിനെ സെറ്റാക്കി. ബട്ട് അതധിക കാലം പോയില്ല. ആ റിലേഷൻഷിപ്പ് അവിടെ നിന്നു. ആ ടൈമിലാണ് എനിക്ക് മനസ്സിലായത് ഈ ഞാൻ ഫ്രണ്ടായിട്ട് കാണുന്ന കൊച്ചിനെ എനിക്ക് ഒരിക്കലും ഫ്രണ്ടായിട്ട് കാണാൻ പറ്റില്ല എന്ന്. പിന്നെ അവളെ വളയ്ക്കാനുള്ള പരിപാടിയിലായി ഞാൻ. ബട്ട് അവൾക്കൊരു ബെസ്റ്റി ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ അവൾക്കാണെങ്കിൽ അവൻ കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എല്ലാവരും. ബട്ട് അറ്റ് ദ എൻഡ് അവൾക്ക് എൻ്റെ ഫീലിങ്സ് മനസ്സിലായി. ആൻഡ് നൗ വി ആർ ഇൻസെപ്പറേറ്റബിൾ. അവൾക്ക് ഞാനില്ലാതെയും എനിക്ക് അവളില്ലാതെയും പറ്റാത്ത പോലെ. അപ്പോൾ നമുക്ക് തേർഡ് സീക്രട്ട് എന്താണെന്ന് നോക്കാം. ഇത് വലിയ സീക്രട്ട് ഒന്നുമല്ല, പക്ഷേ എൻ്റെ ഒരു ചെറിയ സീക്രട്ടാണ്. എനിക്ക് എക്സാം ഒക്കെ പൊതുവെ പേടിയുള്ള ടൈപ്പാണ്. അപ്പം എക്സാം ഒക്കെ ആവുന്ന ടൈം പഠിച്ചു തീർന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ വയ്യെങ്കിലൊക്കെ ഞാനൊരു അടവ് പറഞ്ഞ് ബെഡിൽ നിന്ന് എണീക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കിടന്നിട്ടുണ്ട്. ഇതുവരെ അത് ആർക്കും അറിയില്ല അതെൻ്റെ അടവായിരുന്നു എന്ന്. ഈവൻ എൻ്റെ അമ്മയ്ക്ക് പോലും. പാവം എൻ്റെ അമ്മ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു. എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് വേണ്ടി സ്കൂളിൽ വന്ന് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് ചെയ്യാത്ത ബ്ലഡ് ടെസ്റ്റ് ഒന്നും ഇനി ബാക്കിയില്ലായിരുന്നു. എല്ലാം നോർമലായിട്ടും എന്താ ഇങ്ങനെ വയ്യാതാകുന്നു എന്നായിരുന്നു എല്ലാവർക്കും ഡൗട്ട്. ഇന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ മിസ് ചെയ്യുന്നു. ഇന്ന് വേറെ ഒരു കൺട്രിയിൽ ഒറ്റയ്ക്ക് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോൾ ശരിക്കും വന്ന അമ്മ തന്ന കെയറൊക്കെ ഇപ്പം ശരിക്കും എനിക്ക് വയ്യാതാകുമ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുവാൻ ഞാൻ. ഡെയിലി അമ്മ വിളിക്കുമ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഓടി അങ്ങ് നാട്ടിൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന്. ലൈഫ് അങ്ങനെയാണ്. പോകെ ആയിരിക്കും നമ്മൾക്ക് ഓരോരുത്തരുടെയും വാല്യൂ മനസ്സിലാകുന്നത്. താങ്ക് യു അമ്മ ആൻഡ് മിസ് യു. അത് ശരിയാണ് ഗൈസ്. നമുക്ക് പയ്യെ ഓരോ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഹോസ്റ്റൽ ലൈഫിൽ വന്നപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അടുത്ത സീക്രട്ട് വായിക്കാം. ഹലോ തീർത്ത. ഹലോ. സുഖമാണോ? എനിക്ക് സുഖമാണ്. ഞാൻ വീഡിയോസൊക്കെ റീസെൻ്റ്ലിയാണ് കണ്ടു തുടങ്ങിയത്. റീസെൻ്റ്ലി ഇട്ട സീക്രട്ട് റീഡിങ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ മെയിൽ അയക്കുന്നത്. താങ്ക് യു. എനിക്ക് തന്നെ സംസാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലവ് യുവർ വോയിസ്. എഗെയിൻ താങ്ക് യു. പാർട്ട് 3 എൻ്റെ ഈ സ്റ്റോറി വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വായിക്കും. എനിക്കുണ്ടായിരുന്ന ഒരു ലവ് സ്റ്റോറി. വളരെ ക്ലോസ് ആയിട്ട് ഉള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്റ്റോറിയാണിത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈം എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഒരുപാട് പരിചയമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ. ജസ്റ്റ് കോമൺ ഫ്രണ്ട്സ് ആയിരുന്നു. ബട്ട് എൻ്റെ ഫാമിലി ഒക്കെ ആയിട്ട് ആൾ ഭയങ്കര ക്ലോസ് ആണ്. എന്തോ കണ്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളാണെന്ന് തോന്നി. എന്തോ ഒരു ഇഷ്ടം തോന്നി എനിക്ക്. ഞാൻ ആ ഇഷ്ടം അയാളോട് തുറന്ന് പറയുകയും ചെയ്തു. എനിക്കറിയായിരുന്നു അക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. ആസ് എക്സ്പെക്റ്റഡ് എന്നെ റിജക്റ്റ് ചെയ്തു. പിന്നെ അയാളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല. ലൈഫിൽ ഫസ്റ്റ് റിജക്ഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല സങ്കടമായി എനിക്ക്. പിന്നെ വിചാരിച്ചു ആ പോട്ടെ, ഇതൊക്കെ ലൈഫിൽ ഇനി ശീലമായിക്കൊള്ളുമെന്ന്. ബട്ട് കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. മാസങ്ങൾ കടന്നു പോയിട്ടും അയാളോട് തോന്നിയ ആ ഒരു ഇഷ്ടത്തിന് ഒരു കുറവും വന്നില്ല എനിക്ക്. ബട്ട് ഐ നോ ഇതൊന്നും പ്രാക്ടിക്കൽ ആകത്തില്ല എന്ന്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എൻ്റെ ബ്രെയിൻ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഹാർട്ട് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ തിരിച്ച് ഇഷ്ടപ്പെടണമെന്ന് നമ്മൾക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ.
മാത്രമല്ല ഇഷ്ടമൊന്നും പിടിച്ചു വാങ്ങേണ്ടതല്ല, തന്നെ തോന്നേണ്ടതാണ്. എനിക്ക് തോന്നിയെന്ന് വെച്ച് അയാൾക്ക് തോന്നണമെന്നില്ല. ഇതൊക്കെ പറഞ്ഞാണ് ഞാൻ എന്നെ തന്നെ ഇപ്പോൾ സമാധാനിപ്പിക്കുന്നത്. എനിക്കറിയില്ല, എന്തോ എനിക്ക് അയാളെ ഇഷ്ടമാണ്. അതയാൾ മനസ്സിലാക്കുമോ ഇല്ലയോ, എനിക്ക് ഇഷ്ടമാണ്. എനിക്കുള്ളത് ആണെങ്കിൽ എനിക്ക് തന്നെ കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അത് എൻ്റെ വിധിയാണ്. ഐ ക്യാൻ അക്സെപ്റ്റ്. എന്തോ ഇവിടെ വന്ന് ഇതൊക്കെ ഷെയർ ചെയ്തപ്പോൾ മനസ്സിൽ എന്തോ ഒരു സമാധാനമുണ്ട് എനിക്ക്. ഇഷ്ടമൊക്കെ തോന്നിയാൽ പോവാൻ വലിയ പാടാണ്. ടൈം ഹീൽസ് എവറിത്തിങ്. താങ്ക് യു ഫോർ റീഡിങ് മൈ സ്റ്റോറി. നമുക്ക് അടുത്ത സീക്രട്ട് വായിക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. അവൻ എൻ്റെ സീനിയർ ആയിട്ട് വരുമ്പോൾ ഞാനൊരു സെക്കൻഡ് ഇയർ പാരാമെഡിക്കൽ സ്റ്റുഡൻ്റാണ്. അവൻ 4th ഇയർ BPT ആണ് പഠിക്കുന്നത്. അവനെ ഞാൻ ആദ്യമായി കാണുന്നത് കോളേജിലെ വരാന്തയിലൂടെ നടക്കുമ്പോഴായിരുന്നു. എനിക്ക് അവൻ്റെ ചിരി കണ്ടിട്ട് ഇഷ്ടമായി. അവൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്. അവൻ ചിരിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും പിന്നെ എനിക്ക് കാണാൻ കഴിയില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവനെ ഒരു ഡേ കണ്ടില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ഡേ മുഴുവൻ മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷേ അവനെ കണ്ടാൽ പിന്നെ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഉള്ളിലൊക്കെ എന്തോ പോലെയാണ് അവനെ കാണുന്ന നേരത്ത്. കോളേജ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ അവനെ കാണാൻ സ്ഥിരം കാണാറുള്ള സ്പോട്ടിലേക്ക് പോയി നിൽക്കാറുണ്ട്. കാണുമ്പോൾ എന്തോ ഒരു സമാധാനം പോലെയാണ്. അവനോട് ഞാൻ ഇതുവരെ ഇത് തുറന്നു പറഞ്ഞിട്ടില്ല. തുറന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള ധൈര്യം എനിക്കില്ല. ബട്ട് ഐ ഓൾവേസ് ലവ് ഹിം. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരിക്കൽ ഇത് അവനോട് ഞാൻ തുറന്ന് പറയുക തന്നെ ചെയ്യും. അടുത്ത സീക്രട്ട് വായിക്കാം. മൈ നെയിം ഈസ് സാന്ദ്ര. നൗ ഐ ആം 25. പക്ഷേ എൻ്റെ ലൈഫിൽ ഇന്നും ഞാൻ ഓർക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഞാൻ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മൈ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു. വി വേർ സോ ക്ലോസ്. എൻ്റെ എല്ലാ സീക്രറ്റ്സും അറിയാവുന്ന, എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആളായിരുന്നു അവൾ. അവളോട് സംസാരിക്കാത്ത ഒരു ഡേ പോലും എൻ്റെ ലൈഫിൽ കടന്നു പോയിരുന്നില്ല. ഒരു ഡേ ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോഴാണ്, എക്സാം ഒക്കെ ആവാറായുണ്ട്, റെക്കോർഡ് സബ്മിഷനൊക്കെ നടക്കുന്ന ടൈമായിരുന്നു. ഞങ്ങൾ 2 ബെഞ്ച് ആൾക്കാരായിരുന്നു ക്ലോസ് വൺസ്. അതിൽ ഇവളും ഞാനുമായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ്. ആ ഡേ എല്ലാവരും റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഞാൻ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളെ 2 പേരുടെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ പോണ വഴിക്ക് എൻ്റെ സെയിം ബെഞ്ചിലെ ഒരു കുട്ടി റെക്കോർഡ് എഴുതാൻ തരുമോ എന്ന് ചോദിച്ചു. ഞാനാണേ ഒരു റെക്കോർഡ് അങ്ങ് എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ റെക്കോർഡാണെന്ന് വെച്ചാൽ കൊടുത്തത്, പക്ഷേ അവളുടെ റെക്കോർഡായിരുന്നു ഞാൻ കൊടുത്തത്. ഞാൻ ശ്രദ്ധിച്ചില്ല. അവളുടെ റെക്കോർഡാണെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് എൻ്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ആ കുട്ടിക്ക് എഴുതാൻ കൊടുത്ത റെക്കോർഡ് കാണാതായി. ഞാൻ ആകെ ടെൻഷനായി. അപ്പോഴും എൻ്റെ റെക്കോർഡാണ് കാണാതായി എന്ന് പറഞ്ഞാലിരുന്നത്. അവളുടെ റെക്കോർഡാണെന്ന് ഞാൻ അപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് പീരീഡ് ആയപ്പോൾ മാം ക്ലാസ്സിൽ വന്ന് റെക്കോർഡൊക്കെ തന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, അവളുടെ റെക്കോർഡാണ് കാണാതായി. എനിക്ക് എന്നാ ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം, ഇനി ന്യൂ റെക്കോർഡ് വാങ്ങി അവൾക്ക് എഴുതി കൊടുക്കാനും ടൈമില്ല. ഞാൻ ആകെ ടെൻഷനായി. എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്, ഐ നോ, ബട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എൻ്റെ 2 ബെഞ്ച് ഫ്രണ്ട്സും ഞാനിത് ഇൻറ്റൻഷനലി ചെയ്തതാണെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. എന്താ നിൻ്റെ റെക്കോർഡ് എടുത്ത് കൊടുക്കാതെ അവളുടെ റെക്കോർഡ് തന്നെ കൊടുത്തത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി. പക്ഷേ ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരുന്നില്ല. എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്കായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലും എന്നെ മനസ്സിലാക്കിയില്ല. ഇൻറ്റൻഷനലി ഞാനിത് ചെയ്തതാണെന്ന് പറഞ്ഞ് അവളെ മാനിപ്പുലേറ്റ് ചെയ്തു. അവൾ വിശ്വസിച്ചു. അവളും എന്നെ കുറ്റപ്പെടുത്തി. അവളും കൂടെ എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സങ്കടമായി എനിക്ക്. നെക്സ്റ്റ് ഡേ റെക്കോർഡ് ഷെൽഫിലിരുന്ന് കിട്ടി. പക്ഷേ അന്ന് എൻ്റെ മനസ്സിലുണ്ടായ വേദന ഒട്ടും മറക്കാൻ കഴിഞ്ഞില്ല. റെക്കോർഡ് മാറിക്കൊടുത്തതിൽ എന്നെ കുറ്റപ്പെടുത്തിയതിൽ എനിക്ക് സങ്കടമില്ല. പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ചില ചെറിയ ചെറിയ ഇൻസിഡൻസ് നമ്മളെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. അതൊരിക്കലും മറക്കാൻ കഴിയത്തില്ല. അതങ്ങനെയാണ്. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ അടുത്ത് നമുക്കിപ്പം എന്തോ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. കുറച്ച് ആൾക്കാർ കാണും നമ്മളെ മനസ്സിലാക്കുന്നത്, അവരുടെ കൂടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ മനസ്സിലാക്കാത്ത ആൾക്കാരോട് നമുക്ക് നിൽക്കണമെന്ന് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. കാര്യം എന്ത് വന്നാലും അവർ നമ്മളെ മനസ്സിലാക്കത്തില്ല. അപ്പം അവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ വിഷമം ഉണ്ടാവും, അത് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത സീക്രട്ട് എന്താണെന്ന് വായിക്കാം. എനിക്ക് കൊണ്ടൊരു കഥ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം എ ലെസ്ബിയൻ. തനിക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തോ എനിക്കിത് ആരോട് പറയണമെന്നും അറിയില്ല, കേൾക്കുന്നവരെങ്ങനെ എടുക്കുമെന്നും അറിയില്ല. എന്തായാലും ഞാനിതിവിടെ പറയാം. എനിക്ക് റിലേഷൻഷിപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവർ വഴി കുറേ പ്രപ്പോസൽസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ആരോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാൻ തുടങ്ങിയത്, നിനക്കൊന്ന് ട്രൈ ആക്കി കൂടെ എന്നൊക്കെ. എന്തോരം പ്രപ്പോസൽസൊക്കെ വരുന്നത്, ട്രൈ ആക്കി നോക്ക്. അങ്ങനെ ഞാനും തീരുമാനിച്ചു ഒന്ന് നോക്കിക്കളയാമെന്ന്. അങ്ങനെ നെക്സ്റ്റ് ഡേ എൻ്റെ ഫ്രണ്ട് തന്നെ ഒരുത്തനെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. അവൾ പറഞ്ഞു നല്ല ചെറുക്കനാണെന്ന്, എനിക്ക് ചേരുമെന്നൊക്കെ. ഉള്ളത് പറയാതെ നല്ല ചെറുക്കന കേട്ടോ, ദുശീലങ്ങളൊന്നുമില്ല, കോഴിത്തരമൊന്നുമില്ല. അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ റിലേഷനിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലും തോളത്തുമൊക്കെ അവൻ കൈയിടാൻ തുടങ്ങി. എനിക്ക് എന്തോ പോലെയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു പെൺകുട്ടിയെ കാണുന്നത് ബസ് സ്റ്റോപ്പിൽ വെച്ച്. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്ത് സുന്ദരിയാ എന്നൊക്കെ. ഇപ്പോഴും ആ ഒരു ഡേ ഞാൻ മറക്കില്ല. പിന്നെ എന്തോ അവനോട് തോന്നാത്ത എന്തോ ഫീലിങ്സ് അവളോട് തോന്നുന്ന പോലെ.
പിന്നെ ഇരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ഡേ അവൻ എന്നെ കിസ് ചെയ്തു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്കെന്തോ ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ പേടിച്ച് കരഞ്ഞുകൊണ്ട് ഓടി വീട്ടിലേക്ക്. അങ്ങനെ ഞാൻ ബ്രേക്കപ്പായി. ഉള്ളത് പറയാലോ, നല്ലൊരു ചെറുക്കനായിരുന്നു. പിന്നെ എൻ്റെ ശ്രദ്ധ മുഴുവൻ അവളിലേക്കായി. അങ്ങനെ എനിക്ക് മനസ്സിലായി എനിക്ക് ബോയ്സിനോടുള്ള ഇൻട്രസ്റ്റ് ഗേൾസിനോടാണ്. ഞാനിതങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. അവൾ എന്നെ ഒരുപാട് ഉപദേശിച്ചെങ്കിലും എനിക്ക് ഗേൾസിനോട് തോന്നുന്ന ഇഷ്ടം മാറുന്നുണ്ടായിരുന്നില്ല. എനിക്കെന്തോ ഒരു പേടിയായിരുന്നു അവളോട് പോയി ചോദിക്കാനെന്ന്. അവൾ എങ്ങനെ എടുക്കുമെന്നൊക്കെ ചിന്തിച്ചിട്ട്. അവസാനം ഞാൻ തീരുമാനിച്ചു അവളോട് പറയാൻ. ഞാൻ അങ്ങനെ അവളോട് പറഞ്ഞു ഒന്ന് കാണണമെന്ന്. അവൾ പറഞ്ഞു അതിനെന്താ കാണാമല്ലോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ഒരു കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് തീരുമാനിച്ചു. അവിടെ വെച്ച് മീറ്റ് ചെയ്ത് എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ അവളോട് പറഞ്ഞു. അവളുടെ ഫേസ് കണ്ടപ്പോൾ ഞാൻ കരുതി എനിക്കിട്ടൊരെണ്ണം ഇപ്പോൾ കിട്ടുമെന്ന്. എന്തായാലും അവൾ അങ്ങനെയൊന്നും ചെയ്തില്ല. ആസ് എ ഫ്രണ്ട് ആയിട്ടിരിക്കാം, എനിക്ക് അങ്ങനെയൊന്നും തന്നോട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. അവൾക്കൊരു ക്രഷ് ഉണ്ടെന്നും പറഞ്ഞു. ഞാൻ ഇതൊക്കെ പ്രതീക്ഷ പോയേ എങ്കിലും ചെറിയ സങ്കടമായി. അവൾ കാര്യമായിട്ട് സംസാരിച്ചല്ലോ. അതിനുശേഷം ഞാൻ അവളെ കണ്ടാലും അങ്ങനെ മൈൻഡ് ആക്കാറൊന്നുമില്ല. എന്തോ പോലെ അവളെ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ മിണ്ടാനും പോകാറില്ല. ഇങ്ങോട്ട് വന്ന് മിണ്ടിയാലും അധികം ഇൻട്രസ്റ്റിംഗ് കാണിക്കാറില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും റിവീൽ ചെയ്യല്ലേ കേട്ടോ. ഇല്ല, ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ആരെയും റിവീൽ ചെയ്യത്തില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്ര സീക്രറ്റ്സേ വായിക്കുന്നുള്ളൂ. ബാക്കി സീക്രറ്റ്സ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വായിക്കാം. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും സീക്രറ്റ്സോ സ്റ്റോറീസോ ഒക്കെ പറയാനുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അയക്കുക. എനി കൈൻഡ് ഓഫ് സീക്രറ്റ്സോ സ്റ്റോറീസോ എന്ത് വേണമെങ്കിലും അയക്കാൻ ഞാൻ വീഡിയോയിൽ തീർച്ചയായിട്ടും വായിക്കുന്നതാണ്. ആൻഡ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഗൈസ്, ബൈ.